നമസ്കാരം. മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കലങ്ങി മറിയുകയാണ് മലയാള സിനിമാ ലോകം. അതിജീവിതകൾ നിർഭയം അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. പോലീസിൽ പരാതി നൽകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീളുന്നു. അമ്മയുടെ ഭരണസമിതി ആകെ പിരിച്ചുവിടുന്നു. സമീപ ദിവസങ്ങളിൽ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉയർത്തിയ പരാതികൾ അന്വേഷിക്കാൻ 4 വനിതാ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന 7-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചതോടെയാണ് ഈ മേഖലയിലെ വനിതകൾ ഇതുവരെ അടക്കിപ്പിടിച്ച രോഷം പരസ്യമായി പ്രകടിപ്പിക്കാനും ചൂഷകരെ ജനമധ്യത്തിൽ തുറന്നു കാട്ടാനും പ്രാപ്തിയുള്ള വിധം ശാക്തീകരിക്കപ്പെട്ടത്. അപ്പോഴും കൗതുകം ചോരയോട് തന്നെ എന്ന് ആവർത്തിക്കുകയാണ് മാധ്യമകുലത്തിലെ ക്യൂലക്സുകളും അനോഫലിസുകളും. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ ദുരനുഭവം തുറന്നു പറയാൻ ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിക്കൊടുത്തത് സംസ്ഥാന സർക്കാരാണ് എന്ന വസ്തുത മറച്ചുവെച്ച് എല്ലാ പീഡനങ്ങൾക്കും ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നത് ഈ സർക്കാരാണെന്ന അവരുടെ ദുർവ്യാഖ്യാനത്തിന് വലിയ കയ്യടി ലഭിക്കുന്നുണ്ട്. മലയാളത്തിൽ അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റാക്കിയ ഒരു സൂപ്പർ താരത്തെ അറസ്റ്റ് ചെയ്ത് 3 മാസത്തിലേറെ ജയിലിലിട്ട സർക്കാരാണിത്. കുറ്റം എന്താണെന്നറിയുമോ? ഒരു സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു. ദിലീപ് എന്ന ആ സൂപ്പർ താരത്തിൻ്റെ പോപ്പുലാരിറ്റിയുടെ വ്യാപ്തിയോ അയാളെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാവാനിടയുള്ള ഫാൻസിൻ്റെ രോഷപ്രകടനമോ അന്ന് സർക്കാരിനെ ആശങ്കപ്പെടുത്തിയതേയില്ല. ഇതിൻ്റെ ഭാഗമായാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതേ പിണറായി സർക്കാർ ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിച്ചതും മറ്റാരുമല്ല, LDF സർക്കാർ തന്നെയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കണക്കിലെടുത്ത് കേരള സിനിമ റെഗുലേറ്ററി അതോറിറ്റി ബിൽ തയ്യാറാക്കാൻ ഈ സർക്കാർ തന്നെയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1.5 കോടി രൂപ വീതം ഒരു വർഷം 2 സംവിധായകർക്ക് അനുവദിച്ചതും വേറെ ആരുമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുമാരും നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘത്തെ നിയമിച്ചതും ഇതേ പിണറായി സർക്കാർ തന്നെ. സർക്കാർ റിപ്പോർട്ടിനുമേൽ അടയിരുന്നു, അതിൽ നടപടിയൊന്നും എടുത്തില്ല, നിയമസഭയിൽ വെച്ചില്ല എന്നൊക്കെ പറഞ്ഞവരോട് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ഇതെന്നും ഇതൊരു കമ്മിറ്റി മാത്രമാണെന്നും പലരുടെയും സ്വകാര്യതയെ മാനിച്ച് ചില ഭാഗങ്ങൾ പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ടായിരുന്നുവെന്നും എത്ര ആവർത്തിച്ചു പറഞ്ഞാലും അവർ നിലപാട് മാറ്റില്ല. അവർക്ക് ഈ സുപ്രധാന വിഷയം രാഷ്ട്രീയ വൈരം തീർക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. LDF സർക്കാരിനെതിരെ ചാനൽ ചർച്ചയിൽ കുറ്റപത്രം തയ്യാറാക്കി ഏകപക്ഷീയമായി വിധി പ്രസ്താവിക്കുന്ന ചാനൽ ജഡ്ജിമാർ നമ്മളിൽ നിന്ന് മറച്ചുവെക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കാം. ബലാത്സംഗ കേസിൽ ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ പൂർണ്ണ പിന്തുണയർപ്പിച്ച് രംഗത്ത് വന്ന ധർമ്മജൻ ബോൾഗാട്ടി എന്ന നടനെ പിന്നീട് കണ്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായാണ്. ബലാത്സംഗ കേസ് പ്രതിക്ക് വേണ്ടി പൂജപ്പുര ജയിലിന് മുന്നിലെ ക്യാമറകൾക്ക് മുന്നിൽ അലറിക്കരഞ്ഞ് മോഹാലസ്യപ്പെട്ടു വീണ ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരറപ്പുമുണ്ടായില്ല UDFന്. അതെങ്ങനെയാ? സൂര്യനെല്ലിയിൽ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയെ അഭിസാരികയെന്ന് വിളിച്ച K. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ഓടി നടന്ന് വ്യഭിചരിച്ച് കാശുണ്ടാക്കുകയായിരുന്നു എന്ന് ആ പെൺകുട്ടിയെപ്പറ്റി പറഞ്ഞ സുധാകരൻ്റെ അധമത്വവും മനുഷ്യത്വ വിരുദ്ധതയും ആ പാർട്ടിയിലും മുന്നണിയിലും പ്രസരിക്കും, സ്വാഭാവികം. ഇനി ദിലീപിലേക്ക് തന്നെ തിരിച്ചു വരാം. ആലുവ മുനിസിപ്പാലിറ്റിയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് കോൺഗ്രസ് ഭരണസമിതി ക്ഷണിച്ചു വരുത്തിയത് ദിലീപിനെയായിരുന്നു. അവർ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അന്ന് ദിലീപിനൊപ്പം സെൽഫി എടുത്ത ഒരാൾ ഇന്ന് രാജ്യസഭാ അംഗമാണ്, ജബി മേത്തർ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ദിലീപിനൊപ്പം സെൽഫി എടുക്കുന്നതിലൊന്നും മഹിളാ കോൺഗ്രസ് നേതാവിന് ഒരറപ്പും തോന്നിയില്ല. കഷ്ടം. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തൻ്റെ ആത്മമിത്രമാണെന്ന് പറയാൻ ഒരു എളുപ്പമില്ല തൃക്കാക്കര MLA ഉമാ തോമസിന്. ബലാത്സംഗ കേസിൽ പ്രതികളായ 2 പേർ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി നിയമസഭയെ അലങ്കരിക്കുന്നുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തെ ഹർഷപുളകിതരാക്കുന്ന മറ്റൊരു കാര്യം. കോവളം MLA M. വിൻസെൻറ്റും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയും. അയൽവാസിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ബഹുമാന്യനായ വിൻസെൻ്റ് MLAക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജാമ്യം കിട്ടി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് വീരോചിത സ്വീകരണം നൽകി കോൺഗ്രസ് നേതാക്കൾ. പെൺസുഹൃത്തിനെ പലതവണ ബലാത്സംഗം ചെയ്യുകയും കോവളം കടപ്പുറത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസ്.
പിന്നെ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട ഹൈബി ഈഡൻ, KC വേണുഗോപാൽ എന്നിവരെയൊക്കെ വീണ്ടും പാർലമെൻറ്റിലേക്ക് അയച്ച കോൺഗ്രസ് എത്രത്തോളം സ്ത്രീവിരുദ്ധ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഒരു മാധ്യമവും ഇതുവരെ പറഞ്ഞിട്ടില്ല. അധ്യാപികയും അർബുദരോഗിയുമായ ആദ്യ ഭാര്യ നൽകിയ കേസിൻ്റെ ഭാരവുമായാണ് കൽപ്പറ്റയിൽ നിന്നുള്ള കോൺഗ്രസ് MLA T. സിദ്ദിഖ് നിയമസഭയിലിരുന്ന് കാറ്റുകൊള്ളുന്നതെന്ന് ഒരു മാധ്യമവും നമ്മെ ഓർമ്മിപ്പിക്കുകയുമില്ല. പീഡനക്കേസുകളും പീഡകരെ സംരക്ഷിച്ചതിൻ്റെ വീരചരിത്രവുമൊക്കെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവരുടെ കിരീടത്തിലെ തിളങ്ങുന്ന രത്നങ്ങളാണ്. രാജ്യത്ത് തന്നെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്ക് വഴികാട്ടിയത് ഏഷ്യാനെറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് പുതിയ തലമുറ എത്ര കണ്ട് വിശ്വസിക്കുമെന്ന് പറയാനാവില്ല. കേരളം പല നല്ല കാര്യങ്ങൾക്കും തുടക്കമിട്ടതുപോലെ തന്നെയാണ് ഇതും. രാജ്യത്ത് തന്നെ ആദ്യ സ്വകാര്യ ചാനൽ. ശശികുമാർ എന്ന പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മഹത്തായ, വേണമെങ്കിൽ സാഹസികമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംരംഭം. ഒരു വാർത്താധിഷ്ഠിത ചാനലിനെക്കുറിച്ചുള്ള മുൻ അനുഭവമൊന്നുമില്ലാത്ത മലയാളികളായ കുറേ മാധ്യമപ്രവർത്തകരെ ചേർത്ത് ശശികുമാർ ഏഷ്യാനെറ്റ് സ്ഥാപിച്ച ശേഷമാണ് 90കൾ വരെ നമ്മൾ ആസ്വദിച്ച ദൂരദർശൻ എത്രമാത്രം വിരസമാണെന്ന് മലയാളികൾക്ക് ബോധ്യമായത്. ചാനലുകളിൽ പ്രവർത്തിച്ച ഒരു പരിചയവുമില്ലെങ്കിലും അന്ന് ശശികുമാറിനൊപ്പം ഏഷ്യാനെറ്റിനെ നയിച്ചവർ അസാമാന്യ പ്രതിഭാശാലികളായിരുന്നു, ഭാവനാസമ്പന്നരും. സാമൂഹ്യ പ്രതിബദ്ധതയും പ്രൊഫഷണൽ മികവും ഉൾച്ചേർന്ന എന്തിനും പോകുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ. K. ജയചന്ദ്രനെയും TN ഗോപകുമാറിനെയും മാങ്ങാട് രത്നാകരനെയും പോലെ ഒരായുസ് മുഴുവൻ മാധ്യമ പ്രവർത്തനത്തിന് സമർപ്പിച്ചവർ. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ എത്രയെത്ര ദൈന്യങ്ങളാണ് ആ ചാനലിലൂടെ നാടറിഞ്ഞത്. എക്കാലത്തും റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് പിറകിലേക്ക് പോയത് നിരീക്ഷകരെ ഇന്ന് അത്ഭുതപ്പെടുത്തുകയാണ്. ബാർക്ക് റേറ്റിംഗിൽ എക്കാലവും 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് കഴിഞ്ഞ 3 ആഴ്ചയായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. 24 ന്യൂസിനും റിപ്പോർട്ടർ TVക്കും പിറകിലായാണ് ഏഷ്യാനെറ്റ് നിൽക്കുന്നത് എന്ന വസ്തുത ആ സ്ഥാപനത്തിൻ്റെ മേധാവികളെ ഇനിയെങ്കിലും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അമേരിക്കയിലിരുന്ന് കേരളത്തെ നിരീക്ഷിക്കുന്ന ഷിബു ഗോപാലകൃഷ്ണൻ എന്ന എഞ്ചിനീയർ ഏഷ്യാനെറ്റിൻ്റെ പതനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയത് ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ 10 വർഷമെടുത്താൽ ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന പാത്ത് ബ്രേക്കിംഗ് ആയ എന്തെങ്കിലും കണ്ടൻറ്റോ ഫോർമാറ്റോ കണ്ടെത്താൻ കഴിയില്ല. പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ച ഏതോ പൗരാണിക കാലത്തെ തഴമ്പിലാണ് അവർ ഓടുന്നത്. പഴകിയ കെട്ടിലും മട്ടിലും ആണ് അവിടെ നിന്നും വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും പുറപ്പെടുന്നത്. കയ്യിലുള്ള പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത ഭാവനാശൂന്യമായ ഒരു നേതൃത്വത്തിന് കീഴിൽ സംഭവിക്കാവുന്ന സ്വാഭാവികമായ പതനം മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന നിരീക്ഷകരിലോ വിദഗ്ധരിലോ പോലും പുതുമ പരീക്ഷിക്കാൻ കഴിയാത്ത വിധം ഏഷ്യാനെറ്റ് തഴമ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ പതനം ഏറെക്കുറെ ഷിബു ഗോപാലകൃഷ്ണൻ്റെ ഈ വരികളിൽ നിന്ന് വായിച്ചെടുക്കാം. 24ൻ്റെയും റിപ്പോർട്ടറിൻ്റെയും ചടുലമായ വാർത്താവതരണ രീതി നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ഇന്ന് 80കളിലെ ദൂരദർശനോടാണ് മത്സരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് വിരസമാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്തകളും പരിപാടികളും. ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു വിവരം ഇവിടെ പങ്കുവയ്ക്കാം. വിനു വി ജോൺ, സിന്ധു സൂര്യകുമാർ, PG സുരേഷ് കുമാർ തുടങ്ങിയവരെ എഡിറ്റോറിയൽ ചുമതലയിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തണമെന്ന് മാനേജ്മെൻറ്റിൽ നിന്നും പരസ്യ വിഭാഗത്തിൽ നിന്നും നിരന്തരം ആവശ്യം ഉയർന്നിട്ടുണ്ടത്രേ. ഉടമകൾ അത് പരിഗണിക്കാത്തതാണ് ഇത്തരമൊരു തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഭൂരിപക്ഷം ജീവനക്കാരുടെയും ബോധ്യം. വാസ്തവത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചകൾ വിരസമായി തോന്നി തുടങ്ങിയത് ആ ചാനൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട വെച്ച് വാർത്തകളും ചർച്ചകളും അവതരിപ്പിക്കുന്നത് കൊണ്ടാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ മേധാവികളെ മാറ്റണമെന്ന ആവശ്യം ശക്തമായത്. ഈ 2 കാർഡുകൾ ഒന്ന് പരിശോധിക്കാം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി അങ്ങ് നശിപ്പിച്ചു കളയാം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോണും അയാളുടെ ഭരണിപ്പാട്ട് സംഘവും നടത്തിയ ചർച്ചകളുടെ ആവർത്തനത്തിൻ്റെ സംസാരിക്കുന്ന രേഖയാണത്. സ്വപ്ന സുരേഷും സംഘവും ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തിയതിന് പിടിയിലായപ്പോൾ അതിൻ്റെ കുറ്റം മുഖ്യമന്ത്രിയിലും കുടുംബാംഗങ്ങളിലും ചാർത്താനും വിനുവും പാനലിസ്റ്റുകളും നടത്തിയ ചർച്ചകൾ 1ഉം 2ഉം ദിവസമല്ല 47 ദിവസമാണ് മലയാളികൾക്ക് സഹിക്കേണ്ടി വന്നത്. ഫലമോ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF ചരിത്ര വിജയം നേടി. ഇവരുടെ വാക്കുകളുടെയും നിലപാടുകളുടെയും ഏകപക്ഷീയമായ വിധി പ്രസ്താവങ്ങളുടെയും വിശ്വാസ്യത എത്രയുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നർത്ഥം. പ്രധാനമന്ത്രിക്ക് കീഴിലെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഇൻ്റലിജൻസ് ബ്യൂറോയും ഒഴികെ എല്ലാ അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോ എതിരെ
തെളിവിൻ്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വപ്ന സുരേഷ് ഒരു BJP സ്പോൺസേഡ് തട്ടിപ്പുകാരിയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഏഷ്യാനെറ്റ് മാത്രം അത് സമ്മതിച്ചു തരില്ല. ഈ കാർഡൊന്ന് നോക്കൂ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോൺഗ്രസ് MLA മാത്യു കൊഴുനാടൻ്റെ ചീറ്റിപ്പോയ ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ തംബ്നെയിലുകളുടെ സമാഹാരമാണിത്. 24 ദിവസമാണ് ഈ വിഷയം ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തത്. ആരോപണങ്ങളൊന്നും സ്ഥാപിക്കാൻ ഇതുവരെ കുഴൽനാടന് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. CPIM വിരുദ്ധത എന്ന ഏകമാത്ര അജണ്ടയുമായി മുന്നോട്ട് പോയാൽ കാണികൾ ഉപേക്ഷിച്ച് അവരുടെ പാട്ടിന് പോകും എന്നതിൻ്റെ തെളിവാണ് ബാർക്ക് റേറ്റിംഗിലെ ഏഷ്യാനെറ്റിൻ്റെ പതനം. രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവായ മുതലാളിയുടെ രാഷ്ട്രീയ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായുള്ള ബഹളമായിരുന്നു പലപ്പോഴും അന്തിച്ചർച്ചകളിൽ. അർണാബ് ഗോസ്വാമിയുടെ കേരള പതിപ്പാവാനുള്ള വിനു വി ജോണിൻ്റെയും സംഘത്തിൻ്റെയും വ്യഗ്രതയാണ് ഏഷ്യാനെറ്റ് പതനത്തിൻ്റെ യഥാർത്ഥ കാരണം. കോൺഗ്രസ്സുകാർക്ക് ലഭിക്കുന്ന പ്രിവിലേജിനെ കുറിച്ച് എത്രയോ വട്ടം ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി പറയും മുമ്പ് ഈ ചിത്രമൊന്ന് കാണൂ. KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ മകൻ്റെ കല്യാണത്തിന് വന്ന മുഖ്യ അതിഥികളാണിവർ. AKG സെൻറ്റർ ആക്രമിച്ച കേസിലെ പ്രതികളായ ജിതിനും സുഹൈലും ഷാജഹാനും അവരൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്. ക്രിമിനൽ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന സുധാകരനെതിരെ മിണ്ടാൻ മാധ്യമങ്ങൾക്ക് സാധിക്കില്ല. തലച്ചോറും നട്ടിലും വലതുപക്ഷത്തിന് പണയം വെച്ചവരിൽ നിന്ന് അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുന്നതാവും അപരാധം. മലപ്പുറത്തെ ലീഗ് നേതാക്കളും തൃശ്ശൂരിലെ KPCC സെക്രട്ടറി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും വിവിധങ്ങളായ തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ്. BJP ഭരിക്കുന്ന തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നടന്നത് കോടികളുടെ അഴിമതിയാണ്. അതൊന്നും മുഖ്യധാര കാണില്ല. അവർ അതൊക്കെ കാണാത്ത കാലത്തോളം 99 ലക്കം പിന്നിട്ട ഇത്തരം മാധ്യമ വിമർശനങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.